ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആൻറ്റി അമ്മ ഒരു ഗ്ലാസ് പാലുമായിട്ട് മാനസിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മാനസിയോട് പറയാണ്, ഈ പാല് നീ കുടിക്കണം, ഞാനിതിൽ കുറേ ചേരുവകൾ ചേർത്തിട്ടുണ്ട്. കൺമണിയേക്കാൾ കൂടുതൽ ഊർജവും ചുറുചുറുക്കും സൗന്ദര്യമെല്ലാം നിനക്ക് വേണം, എങ്കിലേ കൃഷി നിൻ്റെ ഭാഗത്തേക്ക് വരൂ. അതുകൊണ്ട് ഇനി മുതൽ നീ എന്നും രാത്രി പാലൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി അമ്മ മാനസിയെ കൊണ്ട് ആ ഒരു ഗ്ലാസ് പാല് മുഴുവനും കുടിപ്പിക്കുകയാണ്. ആ പാല് മുഴുവനും കുടിച്ചതിന് ശേഷം ആൻറ്റി അമ്മ മാനസിയോട് പറയുകയാണ്, ഗുഡ് ഗേൾ, ഇനിയാണ് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അമ്മ കയ്യിലുള്ള ഒരു സവാള എടുത്തിട്ട് മാനസിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ മാനസ ആൻറ്റി അമ്മയോട് ചോദിക്കുകയാണ്, ഇതെന്തിനാ ആൻറ്റി അമ്മ, ഇത് സവാളയല്ലേ, ഇതെന്താ ഇതിൻ്റെ കൂടെ കഴിക്കാനാണോ എന്ന് ചോദിച്ചിട്ട് മാനസ അത് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ആൻറ്റി അമ്മ പറയുകയാണ്, എടി മണ്ടി, ഇത് കഴിക്കാനല്ല പനിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ മാനസയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം മാനസ ആൻറ്റിയമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് ആൻറ്റിയമ്മ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയാണ്, എടി ഇത് പനി വരുത്താനുള്ളതാണ്, ഈ മോളെ നീ നാളെ പനി വന്ന് കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ മാനസ പറയാണ്, ആൻറ്റിയമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ മാനസയോട് പറയുകയാണ്, എടി മണ്ടി, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം സവാള വെച്ചാ പനി വരുമെന്ന് എന്ന് പറയുമ്പോൾ മാനസ പിന്നെയും ചോദിക്കുകയാണ്, ശരി എന്തിനാണ് ഇപ്പോൾ പനി വരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മ പറയാണ്, അതൊക്കെ പറയാം, നാളെ രാവിലെ ഞാൻ ഹേമയും കൂട്ടി അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവും, രാത്രി ഞങ്ങൾ തിരിച്ചു വരൂ എന്ന് പറയുമ്പോൾ മാനസ പിന്നെയും ചോദിക്കുകയാണ്, എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മ പറയാണ്, അതെ നാളെ നിന്റെയും കൃഷിന്റെയും ദിവസമാണ്, സവാള നീ വെക്കണം, നാളെ രാവിലെ നീ പിന്നെ പനിയോടുകൂടി ആയിരിക്കും എഴുന്നേൽക്കുന്നത്, ഞങ്ങൾ വീട്ടിലില്ലാത്തതുകൊണ്ട് കൃഷിനെ നിന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന ഒരു അവസ്ഥ വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ നീ ഉണ്ടാക്കിയെടുക്കണം, നിന്നെ എങ്ങനെയൊക്കെ പരിചരിക്കാവോ അങ്ങനെ ഒരു കെയർ അവൻ നിനക്ക് തരണം, അതിനു വേണ്ടതൊക്കെ നീയാണ് ചെയ്യേണ്ടത്, അവനെ വിട്ട് നീ മാറി ചെയ്യരുത്, അവനോട് ചേർന്ന് തന്നെ ഇരിക്കണം, അവന്റെ മടിയിൽ തലവെച്ച് കിടക്കണം, അവന്റെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിക്കണം നീ എന്ന് വെച്ചാ നീ അവന്റെ കൂടെ ഒട്ടിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മനസ്സ് ചോദിക്കുകയാണ്, എന്നിട്ട് എന്താണ് ആൻറ്റിയമ്മ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, എന്നിട്ട് നിന്റെ പനി നീ അവനങ്ങോട്ട് പകർത്തു കൊടുക്കണം, പിന്നെ കുറച്ച് ദിവസം അവൻ പനി വന്ന് ഇവിടെ നിന്നോടൊപ്പം അങ്ങ് കഴിയണം, ആ ദിവസങ്ങൾ കൊണ്ട് നീ അവന്റെ പനി പ്രേമപ്പനി ആക്കി മാറ്റിയെടുക്കണം, ആ പ്രേമപ്പനിയിൽ അവൻ കുളിച്ചു നിൽക്കണമെന്ന് ആൻറ്റിയമ്മ പറയുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ ആൻറ്റിയമ്മയ്ക്ക് വളരെ നാണമാവുകയാണ്. ആൻറ്റിയമ്മയ്ക്ക് നാണം വന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് വേഗം ആൻറ്റിയമ്മ പോകുന്നു. അതിനുശേഷം മാനസ സവാളയും നോക്കിക്കൊണ്ട് ആൻറ്റിയമ്മ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും കൃഷിനെ തന്റെ വരുതിയിലാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതിനുശേഷം കൃഷ് ഓഫീസിൽ നിന്നും വന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ്. കൃഷ് ഷവറിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൃഷിന് കൺമണിയെ ഓർമ്മ വരികയാണ്. ഇതിനു മുന്നേ കൃഷും കൺമണിയും ഷവറിന്റെ ചുവട്ടിൽ നിന്ന് നനഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൃഷ് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഫ്രഷായി വന്നതിനു ശേഷം കൃഷ് വേഗം തന്നെ കൺമണിയെ ഫോണിൽ വിളിക്കുകയാണ്. കൺമണിയാണെങ്കിൽ ഇതേ സമയം ബെഡെല്ലാം വിരിച്ച് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മൂഡ് ഔട്ടായി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കൃഷിന്റെ കോള് വരുന്നത്. കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഹലോ സർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ് ചോദിക്കുകയാണ്, ഹലോ കൺമണി, നീ എന്താ ഉറക്കമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൺമണി കൃഷിനോട് പറയുകയാണ്, സത്യത്തിൽ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു സാർ, അപ്പോഴാണ് സാറിന്റെ കോൾ വന്നത്, സാറിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി, സത്യത്തിൽ പേടിയായിരുന്നു, അപ്പോഴാണ് സാറിനെ ഹാപ്പിയാക്കാൻ വിളിച്ചത് എന്ന് കൺമണി പറയുമ്പോൾ കൃഷ് കൺമണിയോട് പറയാണ്, കൺമണി നീ എന്നും ഈ ജീവിതാവസാനം വരെ ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ, ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, സാർ എന്തൊക്കെയോ ആലോചനകൾ നടക്കുകയാണ്, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്, ഇന്നലെ രാത്രി അത്രത്തോളം ഉറപ്പിച്ചിട്ടാണ് വരുണുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യങ്ങൾ ഏട്ടത്തി പറഞ്ഞത്, സാറിന്റെ വാക്കുകൾ എനിക്ക് വളരെ ധൈര്യം തന്നെയാണ്, പക്ഷെ രക്ഷപ്പെടാനാകാത്ത വിധം ഞാൻ കുരുങ്ങി പോവുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു, ആ വരുണിനി എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല, വരുണും മനോജേട്ടനും ഏട്ടത്തെയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അന്നുണ്ടായ സംഭവങ്ങളൊന്നും വരുൺ ഇതുവരെ ഇവിടെയൊന്നും അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ വരുൺ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് സാർ, ഏട്ടത്തിയുടെ വാക്കുകളിൽ നിന്നെല്ലാം അത് വ്യക്തമാണ് സാർ എന്ന് പറയുമ്പോൾ കൃഷ്ണ കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണിക്ക് എന്നെ വിശ്വാസമാണോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, സാറിനപ്പുറം എനിക്ക് ഈ ലോകത്ത് ആരെയും തന്നെ വിശ്വാസമില്ല സാർ,
സാർ എന്ന് കൺമണി പറയാണ്. അപ്പോൾ വീണ്ടും കൃഷി കൺമണിയോട് പറയാണ്, എങ്കിൽ ഇതാ ഞാൻ പറയാണ് കൺമണി, നമ്മളുടെ സ്നേഹം ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല, നമുക്കിടയിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, എനിക്കത് മതി സാർ, അത് കേട്ടാൽ മതി. ഞാൻ എൻ്റെ ഹൃദയം ഒരേ ഒരാൾക്ക് മാത്രമാണ് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്, അത് സാറിന് ആണ്. സാറിനോടൊപ്പമല്ലാതെ ഇനി ഞാൻ വേറൊരാളുടെ കൂടെ കഴിയില്ല, അത് തീർച്ചയാണ് എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, നമ്മൾ ഇനി ഒരുമിച്ച് തന്നെയായിരിക്കും കൺമണി ജീവിക്കാൻ പോകുന്നത്. എന്തായാലും കൺമണി ഇപ്പോ സമാധാനമായിട്ട് ഉറങ്ങിക്കോ, ഞാൻ രാവിലെ വരാം, ചിലപ്പോ ഞാൻ നാളെ തന്നെ വിളിച്ചുകൊണ്ട് വന്നെന്നും വരും. എന്തായാലും കൺമണിയുടെ അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാലോ. കൺമണി ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട, പോയി കിടന്നോളൂ. പിന്നെ രാവിലെ വാതിൽ വന്ന് മുട്ടുമ്പോൾ വാതിൽ തുറന്നു നോക്ക്, ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവര് ഫോൺ വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ കൺമണി വാതില് മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. തലേ ദിവസം കൃഷി പറഞ്ഞ കാര്യങ്ങളോർത്ത് കൺമണി കൃഷി സാറായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വാതിൽ തുറക്കുകയാണ്. എന്നാൽ 2-3 പോലീസുകാരായിരിക്കും കൺമണിയുടെ വാതിൽ മുട്ടിയിട്ടുണ്ടാവുക. കൺമണിക്ക് ആകെ ഷോക്കാവുന്നുണ്ട് അവരെ കണ്ടിട്ട്. അതിൽ ഒരു ലേഡി പോലീസ് കൺമണിയെ കണ്ടതും നീയാണോടി കൺമണി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൺമണി അതെ മേഡം, ഞാൻ തന്നെയാണ് കൺമണി എന്ന് പറയുന്നു. അപ്പോൾ ആ ലേഡി പോലീസ് കൺമണിയോട് വീണ്ടും ചോദിക്കുകയാണ്, നാളെയല്ലേ നിന്റെ കല്യാണം, വരന്റെ പേര് വരുൺ എന്നല്ലേ, നിങ്ങളുടെ കല്യാണം മുടക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കിട്ടിയ പരാതിയിൽ വന്നതാണ് ഞങ്ങൾ. കല്യാണം കഴിയുന്നത് വരെ കൺമണിക്ക് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. കല്യാണത്തിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഉടായ്പ നടത്താമെന്ന് നീ വിചാരിക്കേണ്ട കൺമണി. പോലീസ് അകമ്പടിയോടുകൂടി ആയിരിക്കും നിങ്ങളുടെ കല്യാണം. അങ്ങോട്ടെങ്കിലും ചാടിപ്പോവാ എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിക്കോണം കേട്ടോടി എന്ന് കൺമണിയോട് ആ പോലീസ് പറയാണ്. കൺമണിക്ക് അപ്പോൾ ആകെ പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ധനലക്ഷ്മി എത്തുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ധനലക്ഷ്മിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. ധനലക്ഷ്മി വരുൺമോൻ റോക്സ് എന്ന് പറയുന്നു. അതിനുശേഷം ആ ലേഡി പോലീസിനെ ധനലക്ഷ്മി വളരെ സന്തോഷത്തോടുകൂടി മാഡം എന്ന് വിളിക്കുമ്പോൾ ആ ലേഡി പോലീസ് ധനലക്ഷ്മിയോടും ദേഷ്യപ്പെടുകയാണ്. ആരാടി നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ധനലക്ഷ്മി ഞെട്ടിത്തരിച്ച് ആ മേഡത്തോട് പറയാണ്, ഞാൻ കൺമണിയുടെ ചേട്ടത്തിയാണ്, ഏട്ടന്റെ ഭാര്യ. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല മാഡം ഇവിടെ പോലീസ് കാവലിന് വരുമെന്ന്. വലിയ താങ്ക്സ് എന്തായാലും മാഡം വന്നതിന്. വരുൺമോൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. മാഡം എന്തായാലും അവളെ ശ്രദ്ധിക്കാൻ കൂടെ തന്നെ ഒരാളെ നിർത്തിക്കോളൂ. അവളെ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും വിചാരിക്കണ്ട. കള്ളന് കഞ്ഞി വെച്ചവളാണ് അവൾ. പിന്നെ മാഡം അവളുടെ മുഖത്ത് നോക്കി പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, അടിപൊളി മാഡം എന്നൊക്കെ ധനലക്ഷ്മി ആ പോലീസിനോട് പറയുമ്പോൾ ആ പോലീസ് മാഡം പറയാണ്, നീ എന്റെ ജോലിയിൽ കയറി ഇടപെടണ്ട. നീ എന്തായാലും ഇപ്പൊ പോയി ഒരു ഗ്ലാസ് പാലും 2 കട്ടനും എടുത്തിട്ട് വായോ. പാല് എനിക്കും കട്ടൻ ഇവർക്ക് 2 പേർക്കും ആണെന്ന് ആ പോലീസ് മാഡം ധനലക്ഷ്മിയോട് പറയുമ്പോൾ ധനലക്ഷ്മി അവരെ നോക്കി പറയാണ്, ഒരു 5 മിനിറ്റ്, അപ്പോഴേക്കും കട്ടനും പാലും എല്ലാം റെഡി എന്ന് പറയുന്നു. അതിനുശേഷം ആ പോലീസ് മാഡം കൺമണിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ധനലക്ഷ്മി വളരെ സന്തോഷത്തോടു കൂടി കൺമണി നിന്റെ കാര്യം എന്തായാലും ക്ലോസ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി പാലും കട്ടൻ ചായയും വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. അതിനുശേഷം കൺമണി റൂമിലിരുന്നു കൊണ്ട് കൃഷിനെ ഫോൺ ചെയ്യുകയാണ്. എന്നാൽ എത്ര വിളിച്ചിട്ടും കൃഷി ഫോൺ എടുക്കുന്നില്ല. കൺമണി അപ്പോൾ ആലോചിക്കുകയാണ്, ഈ കൃഷി സാർ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും കൃഷിനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് മാഡം വരുന്നത്. കൺമണി ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട് ആ മാഡം കൺമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട്, നീ ആരെയാടി ഈ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൺമണി പറയാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ വീണ്ടും പോലീസ് ആരാടി നിന്റെ ഫ്രണ്ട് പറയടി എന്ന് പറയുമ്പോൾ കൺമണിക്ക് ആകെ പേടിയാവുന്നുണ്ട്. കൺമണി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പോലീസ് ചെറിയൊരു ചിരിയോടെ കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി നീ എന്താ പേടിച്ചു പോയോ? കൺമണിക്ക് എന്നെ മനസ്സിലായില്ലേ? കൺമണി, ഞാൻ കണ്ണമ്മ മേഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ASI വത്സലയാണ് എന്ന് പറയുമ്പോൾ കൺമണിക്ക് പെട്ടെന്ന് ആ മേഡത്തെ ഓർമ്മ വരികയാണ്. എന്നിട്ട് ആ മേഡം കൺമണിയോട് പറയാണ്, കൺമണിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നീ പേടിക്കേണ്ടടി കൊച്ചേ. പിന്നെ ഈ നടക്കുന്നതൊക്കെ ആ അനിരുദ്ധൻ സാറിന്റെ ഷോ ഓഫ് ആണ്. ഞങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നേ ഉള്ളൂ. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണമ്മ മേഡത്തെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മാഡം നിന്നെ വിളിക്കും. എടി കൊച്ചേ, നമ്മൾ സ്നേഹിക്കുന്ന ആളിന്റെ കൂടെ വേണ്ടേ നമ്മൾ ജീവിക്കാൻ? നീ ആ കൃഷി സാറായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെങ്കിൽ നീ ആ സാറിന്റെ കൂടെ അങ്ങ് പൊയ്ക്കോ. പിന്നെ നിന്നെ കെട്ടാൻ നടക്കുന്ന ആ വള്ളിക്കെട്ടില്ലേ വരുൺ, അവൻ സ്റ്റേ
സ്റ്റേഷനിൽ വന്നിരുന്നു അനിരുദ്ധൻ സാറിനെ കാണാനായിട്ട്. എന്റെ പൊന്നു കൊച്ചെ, നീ അവനെയൊന്നും കെട്ടല്ലേട്ടോ, നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി പോവും. കൃഷിനെ വിളിച്ച് നിന്നെ വന്ന് കൊണ്ടുപോകാൻ പറ. അയാള് വരുമോ നിന്നെ കൊണ്ടുപോവാൻ എന്ന് ചോദിക്കുമ്പോ കൺമണി ചിരിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നു. അപ്പോ ആ പോലീസ് മേഡം പറയണം, ആ വള്ളിക്കെട്ട് വരുൺ പറയുന്നത് കേട്ടും അവൻ വരുമെന്ന്. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിപൂർവമായിട്ട് ചെയ്യണം. നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഞങ്ങളുണ്ട്. പിന്നെ നിന്റെ ആ ചേട്ടത്തിയും വീട്ടുകാരൊക്കെ കാണുമ്പോൾ നിന്നെ ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വരട്ടും. നീ അങ്ങ് സഹിച്ചേക്കണം. എന്തായാലും ശരി, നീ എന്തായാലും ജിൽജില്ലായി ഇരിക്കേ, ഞാൻ പോയി ബാക്കിയുള്ളവരെ കണ്ടിട്ട് വരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് മേഡം റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കൺമണിക്കാണെങ്കിൽ അപ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കൺമണി വീണ്ടും കൃഷിനെ വിളിക്കുകയാണ്. ആ കൃഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനുശേഷം വത്സല മേഡം അമ്മായിമാരെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. പോലീസ് മേഡത്തെ കാണുമ്പോൾ അമ്മായിമാരെ ആകെ ഷോക്കാവുന്നുണ്ട്. പോലീസ് മേഡം വളരെ ദേഷ്യത്തോടെ അമ്മായിമാര് ചോദിക്കുകയാണ്, അത് ശരി, 3 എണ്ണം കൂടി ഇവിടെ പതുങ്ങിയിരിക്കുകയാണല്ലേ, ഇങ്ങോട്ട് മാറി നിൽക്കടി എല്ലാവരും, നിങ്ങളുടെയൊക്കെ പേരെന്താ എന്ന് ചോദിക്കുകയാണ്. അമ്മായിമാർക്കാണെങ്കിൽ പോലീസിനെ കണ്ടതിന്റെ ഷോക്കിൽ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ്. അപ്പോൾ വത്സല മേഡം അമ്മായിമാരോട് പറയാണ്, അത് ശരി, പേര് പോലും മാറ്റി പറയാലേ, പഠിച്ച കള്ളികളാണ് 3 എണ്ണവും. 3 എണ്ണത്തിന്റെ മുഖത്ത് നല്ല കള്ള ലക്ഷണമുണ്ട്. നിങ്ങളൊക്കെ മര്യാദയ്ക്ക് പേരുകൾ നേരവണ്ണം പറഞ്ഞോ എന്ന് പറയുമ്പോൾ അമ്മായിമാര് 3 പേരും അവരുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പോലീസ് മേഡം പറയാണ്, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, എന്നോടൊന്നും മറച്ചു വെക്കാൻ നിൽക്കണ്ട, എല്ലാം മണിമണി പോലെ പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാര് പേടിച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് അവര് ആരും അറിയാതെ മാറ്റിവെച്ച ക്യാഷിന്റെ കാര്യമൊക്കെ പറയാണ്. സോറി മേഡം, ഞങ്ങള് അറിയാതെ ചെയ്തു പോയതാണ്, ഞങ്ങൾ എടുത്ത ക്യാഷ് എല്ലാം ഇപ്പൊ തന്നെ തിരിച്ചു വെച്ചോളാം എന്നൊക്കെ പറയുന്നു. അപ്പൊ പോലീസ് മേഡം പറയാണ്, അപ്പൊ 3 എണ്ണം കണക്കാണ്. കൺമണിയുടെ കല്യാണത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്ന പോലീസാണ് ഞാൻ, ASI വത്സല എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാര് ഒന്ന് റിലാക്സ് ആവുകയാണ്. അതിനുശേഷം കാന്തമ്മായി പോലീസ് മേഡത്തോട് ചോദിക്കുകയാണ്, കൺമണിക്ക് കാവൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല മേഡം എന്ന് പറയുമ്പോൾ വത്സല മേഡം പറയാണ്, വരുണിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൺമണിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നവരാണ് ഞങ്ങൾ. കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. കല്യാണം കഴിയുന്നത് വരെ എല്ലാവരും ഞങ്ങളുടെ പോലീസ് കൺട്രോളിലായിരിക്കും. ഇനി ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല. പോലീസ് എന്തു പറയുന്നോ ഇനി അതനുസരിച്ചോളണം. നിങ്ങൾ സംശയകരമായി എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പോലീസിനെ വിളിച്ച് അറിയിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മേഡം അമ്മായിമാരെ വിരട്ടി വെറുപ്പിച്ച് പോവുകയാണ്. അതിനുശേഷം അമ്മായിമാര് 3 പേരും കൂടി നിന്ന് സംസാരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് ഉണ്ടായത്, ഒരു ചുഴലിക്കാറ്റ് നടന്നതുപോലെ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ കൺമണിക്ക് കാവൽക്കാര് വരുന്നു എന്ന് കേട്ടപ്പോ ആദ്യം തമാശയാണെന്നാ തോന്നിയത്. എന്തായാലും കാര്യം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ വരുൺ തന്നെ കൺമണിയെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. നമുക്ക് എന്തായാലും 101 പവൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് 3 പേരും 101 പവൻ എങ്ങനെയൊക്കെ ഭാഗിക്കാമെന്ന് കണക്കുകൂട്ടുകയാണ്. അതിനുശേഷം പോലീസ് മേഡവും വേറെ 2 പോലീസുകാരും കൂടിയിട്ട് പുറത്തിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി പാലും കട്ടൻ ചായയുമായിട്ട് വരുന്നത്. എന്നിട്ട് അവർക്ക് പാലും കട്ടൻ ചായയും ഒക്കെ കൊടുത്തിട്ട് ധനലക്ഷ്മി അവരോട് പറയാണ്, എന്തു വന്നാലും എന്നോട് ചോദിച്ചാൽ മതി, ഒരു മടിയും കാണിക്കണ്ട. ഹരോ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. ഉച്ചയ്ക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ ആ പോലീസ് മേഡം പറയാണ്, അതിന്റെ ലിസ്റ്റൊക്കെ തരാം എന്ന് പറയുമ്പോൾ മറ്റു 2 പോലീസുകാർ പറയാണ്, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കുഴിമന്തിയും എനിക്ക് വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ഭക്ഷണം ഇതൊക്കെയാണ് വേണ്ടത് എന്ന് പറയാണ്. അപ്പൊ വത്സല മേഡം ധനലക്ഷ്മിയോട് പറയാണ്, കേട്ടല്ലോ, ഇതൊക്കെ മേടിച്ചു കൊടുത്തോളണം എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി, അതൊക്കെ ഞാൻ ചെയ്തോളാം, അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി, ആ കൃഷി ഇവിടേക്കെങ്ങാനും വന്നാൽ ഇടിച്ച് പഞ്ചറാക്കിക്കൊള്ളണം. മഹാവൃത്തിയേട്ടവനാണ്, എന്തു ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസ് മേഡം പറയണേ, അതെ ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോളാം, പറഞ്ഞു തരണ്ട എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ വരികയാണ്. ശ്രീനിവാസൻ ആകെ പേടിച്ചുകൊണ്ട് വന്നിട്ട് പോലീസ് മേഡത്തോട് ചോദിക്കുകയാണ്, എന്താ മേഡം, എന്താ സംഭവിച്ചത്,
വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, കണ്ടിട്ട് മനസ്സിലായില്ലേ, പോലീസുകാരാണ്. പോലീസിലെ ചുണക്കുട്ടികളാണ് ഈ നിൽക്കുന്നത്. പ്രതികളെ പിടിച്ച് ചവിട്ടി ഭിത്തിയിലൊട്ടിക്കും. അനിരുദ്ധ് സാറും വരുണും തമ്മിലുള്ള ബന്ധം അറിയാലോ, അതുകൊണ്ട് ആര്യാച്ച വിളിച്ച് അവരോട് പറഞ്ഞേക്ക്, എന്തെങ്കിലും ദുർബുദ്ധി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്ക്, ഞങ്ങൾക്ക് വേണ്ടി ചാകാൻ വരെ ഇവിടെ ചാവേർപ്പടകളുണ്ടെന്ന് അറിയിച്ചേക്ക്. ധനലക്ഷ്മി പറയുമ്പോൾ പോലീസ് മാഡം പറയണ്, ഹലോ എന്താ ഈ നിന്ന് പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പോലീസ് മാഡത്തോട് സ്വകാര്യത്തിൽ പറയാണ്, മാഡം ഇയാളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തരുത് എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് മാഡം പറയണ, ആ ശരി, എന്നാൽ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പോലീസ് മാഡം പറയുമ്പോൾ ധനലക്ഷ്മി ഓ ശരി എന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം പോലീസ് മാഡം ശ്രീനിവാസിനോട് പറയാണ്, അച്ഛൻ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, കണ്ണമ്മ മാഡം ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എന്തു വന്നാലും ആ വരുണിന് മോളെ കെട്ടിച്ചു കൊടുക്കരുത്, മഹാകുഴപ്പക്കാരനാണ് അവൻ എന്ന് ആ പോലീസ് മാഡം പറയുമ്പോൾ ശ്രീനിവാസിന് ആകെ സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി റൂമിലേക്ക് വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മനോജിനെയും ഗോകുലിനെയും വിളിച്ചുണർത്താണ്. എന്നിട്ട് എഴുന്നേൽക്ക്, ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ അവര് ചോദിക്കുകയാണ്, എന്തിനാണ് പോലീസുകാർ വന്നതെന്ന്. അപ്പോൾ ധനലക്ഷ്മി പറയാണ്, ഇന്ന് വരുൺ അനിരുദ്ധ് സാറിനെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, അന്ന് ആ സാറ് പറഞ്ഞില്ലേ വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹം പോലീസ് കാവലിലായിരിക്കും നടക്കുന്നത് എന്നൊക്കെ, അതിനു വേണ്ടിയിട്ടാണ് പോലീസുകാർ വന്നിരിക്കുന്നത്. കൺമണിയെ എന്തായാലും പൂട്ടിക്കഴിഞ്ഞു, ഇനി ആ കൃഷിങ്ങാനും കൺമണിയെ കൊണ്ടുപോകാൻ വന്നാൽ പോലീസുകാര് അവനെ കൈയോടെ പിടിച്ചോളും എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ ഗോകുലിന് ദേഷ്യം വന്നിട്ട് ഗോകുല് വേഗം തന്നെ കൺമണിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മനോജ് ധനലക്ഷ്മിയോട് പറയാണ്, ഇതൊക്കെ കടന്ന കൈയല്ലേ ലക്ഷ്മി, ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയാണ്, ഇതൊക്കെ വേണമായിരുന്നു മനോജേട്ടാ, ഇത് കുറച്ച് കുറഞ്ഞു പോയി എന്നാ എനിക്ക് തോന്നുന്നത്. പോലീസിനെയല്ല പട്ടാളത്തെയായിരുന്നു വിടേണ്ടിയിരുന്നത്. കൊടുങ്കാട്ടിൽ പോയി കൺമണിയെ രക്ഷിച്ചിട്ട് വന്നവനാണ് ഈ കൃഷ്, അതുകൊണ്ട് പട്ടാളത്തെ തന്നെയായിരുന്നു വെക്കേണ്ടത് എന്ന് ലക്ഷ്മി പറയുമ്പോൾ മനോജ് പറയണേ, എന്തായാലും ഇതെനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല, അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് മനോജ് ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മി പറയാണ്, ശരി എന്നാ ഒന്നും വേണ്ട, ആ കൃഷി വന്ന് കൺമണിയെ തട്ടിക്കൊണ്ടു പോവട്ടെ. മനോജേട്ടാ, ഈ കൺമണി കൃഷിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നറിയാമോ, നമ്മളെ ആ വരുൺ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. കുടുംബം ഇപ്പോൾ ഒരു ഗതി കിട്ടാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, മൊത്തത്തിൽ അങ്ങ് മുങ്ങി താഴെയാണ്. മനോജേട്ടനാണെങ്കിൽ ഒരു ജോലിയില്ല, മനോജേട്ടനെ ഗൾഫ് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരാളാണ് ആ ബലറാം, അയാളാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ വരുണിന്റെ അച്ഛനാണ് മനോജേട്ടനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടുംബം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒന്ന് പിടിച്ചു കയറുന്നത്, അതിനു മുന്നേ മനോജേട്ടൻ എങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പോൾ വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത് അവരുടെയൊന്നും ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്, ഈ നമ്മളുടെ ആവശ്യം. ലക്ഷ്മി പറയുമ്പോൾ മനോജ് പറയാണ്, അതെ എനിക്കെല്ലാം മനസ്സിലായി ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മി മനോജിനോട് പറയാണ്, ഹോ സമാധാനമായി, ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലായല്ലോ, മനോജേട്ടൻ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ ഈ മുന്നിൽ നിന്ന് നടത്തി തരും എന്നൊക്കെ ധനലക്ഷ്മി മനോജിനോട് പറയണ. അപ്പം മനോജിനും കാര്യമെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കൺമണി ബ്ലാങ്കറ്റ് എല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൂഗിള് ഓടി വരുന്നത്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുകയാണ്, അപ്പേ പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു, എന്തിനാണ് അപ്പേ അവരൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്തായാലും പോലീസ് വരുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഗൂഗിള് വീണ്ടും ചോദിക്കുകയാണ്, അപ്പേ ആ വരുണേട്ടൻ പോലീസുകാർ ഏർപ്പാടാക്കിയതാണ്, നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് വന്നത് എന്നൊക്കെയാണല്ലോ അമ്മ പറയുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് എന്താ അപ്പോൾ ഇത്ര കൂളായിട്ട് നിൽക്കുന്നത് എന്ന് ഗോകുല് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, ഞാൻ അത്ര കൂളല്ലടാ, ക്രിസ് സാറിനെ ഞാൻ കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു, ക്രിസ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പക്ഷേ പോലീസിനെ കണ്ടിട്ട് നീ പേടിക്കണ്ട, അവരെല്ലാം കണ്ണമ്മ മേഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്, അവരെല്ലാം നമുക്ക് സപ്പോർട്ടാണ് എന്ന് കൺമണി ഗോകുലിനോട് പറയാണ്.
അപ്പോൾ ഗൂഗിൾ പറയാണ് അടിപൊളി, അപ്പോൾ എന്തായാലും ഇതെല്ലാം ക്രിസ് സാറിനെ ഇപ്പം തന്നെ വിളിച്ചു പറ എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ് അതാടാ ഞാൻ പറഞ്ഞത്, രാവിലെ മുതൽ ക്രിസ് സാറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബെല്ലടിക്കുന്നുണ്ട് എന്നാൽ എടുക്കുന്നില്ല എന്ന് കൺമണി സങ്കടത്തോടെ ഗൂഗിളിനോട് പറയുകയാണ്. അപ്പോൾ ഗൂഗിൾ പറയാണ് ചിലപ്പോൾ ക്രിസ് സാർ ഉറങ്ങിപ്പോകുന്നതായിരിക്കും അപ്പേ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ് അല്ലടാ വേറെ എന്തുവാണ്, ക്രിസ് സാറ് ഇത്ര നേരമൊന്നും ഉറങ്ങാറില്ല എന്ന് പറഞ്ഞിട്ട് കൺമണി വീണ്ടും കൃഷിനെ ഫോൺ വിളിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് കൃഷി എഴുന്നേറ്റ് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തുകൊണ്ട് ഹലോ കൺമണി എന്ന് പറയുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.